ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൽക്കി 2898 ADയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ആയി. ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ ആവാറായി ഇറങ്ങിയിട്ട്. എപ്പോഴാണ് കണ്ടത് കേട്ടോ അതിന്റെ ട്രെയിലർ. അപ്പൊ തമിഴ് ട്രെയിലർ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതിന്റെ ടീസർ കണ്ടപ്പോ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടാണ്. നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ് മൂവിയാണെന്ന് എനിക്ക് അതിന്റെ ടീസർ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ അമിതാഭ് ബച്ചൻ സാറിന്റെ ക്യാരക്ടറിന്റെ ക്ലിംസ് ഒക്കെ വന്നപ്പോ കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അതില് ആ സിനിമയ്ക്ക് വേണ്ടി ഒരു കിടിലം വണ്ടി വരെ ഉണ്ടാക്കി. ബുജി എന്നാണ് വണ്ടിയുടെ പേര്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നല്ലൊരു പ്രതീക്ഷ ഉള്ളൊരു മൂവിയാണ്. ഇപ്പം സ്റ്റാറിങ് പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, പിന്നെ നാഗശ്വിൻ. അതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ചിലപ്പം വീഡിയോ കാണിക്കാൻ, ഞാൻ ഈ വീഡിയോയുടെ ഓഡിയോ ചിലപ്പോഴേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം കോപ്പിറൈറ്റ് പിടിക്കില്ലെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. വിജയന്തി മൂവീസ്. எல்லாம் அங்கதானே இருக்கும். இந்த உலகத்துல இருக்கிறது காம்ப்ளெக்ஸ் மட்டும்தான். கடவுள் ஒருத்தன்தான். சுப்ரீம் யாஸ்கி. நீங்க கூட இருந்தீங்கன்னா வெளிய எத்தனையோ பேரை காப்பாத்தலாம். அமிதாப் பச்சன் சார் ஒருவனை மட்டும்தான் 6000 வருஷங்களுக்கு முன்னாடி மின்னச்சு. இப்ப திரும்ப அந்த பவர் வந்திருக்கு. இப்போ வெளிச்சம் வர நேரம் வந்துடுச்சு. ദീപിക പദുക്കോൺ സ്റ്റോണൊക്കെ തലയില് വിഷന. இதை எப்படியாவது தடுக்கணும். பொழுது விடிஞ்சதும் ஃபைட் எதுக்கு போச்சு? எவ்வளவு நல்ல கனவு கண்டுக்கிறல. நம்ம காம்ப்ளெக்ஸ்ல இருக்கோம். 1 மில்லியன் யூனிட்ஸ் உங்ககிட்ட இருக்காங்க. எதுவுமே இல்ல. அங்க எத்தனை பேருக்கு நீ ஹீரோ தெரியுமா? என் கூட வா. யூனிட்ஸ் ஜாஸ்தி கிடைக்கும். போய் உன்னை தவிர உனக்கு வேற யாரும் ദിശ പത്നി. உலகத்துல ஒரே ஒரு சைட் தான். உன் சைட். ஹை. ஹை. எனக்கு அந்த பொண்ணு வேணும். பாயிண்ட் என்னன்னா, என்னால மட்டும்தான் அவனை கூட்டிட்டு வர முடியும். அவ்வளவு കൊള്ളാം കേട്ടാ. കൊറേ இது வரைக்கும் ஒரு ஃபைட் ഞാൻ തോറ്റു പോന്നു. யுத்தம் மறுபடியும் ஆரம்பிச்சிருச்சுன்னு நினைக்கிறேன். இதுலயும் தோக்க மாட்டேன். ശരി. ഗ്രാഫിക്സിലൊക്കെ നല്ല രീതിക്ക് തന്നെ പണിയെടുത്തിട്ടുണ്ട്. இந்த உலகத்திலே பிறக்காத இந்த ஒரு உயிர்க்காக எத்தனை பேர் இங்க பலியாகணும்? பயப்படாது. കമൽഹാസൻ അത്. സൂപ്പർ ആട്ടോ. കിടില ഒരു എക്സ്പെരിമെന്റൽ പടമാണ്. എന്ന് വെച്ചാൽ ടോട്ടലി ഗ്രാഫിക്സിന്റെ കളിയാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളെ കണ്ടിട്ട് ഒരു സ്റ്റാർ വാർസിന്റെ ടച്ച് ഒക്കെ പോലെ ഉണ്ട്. ഇതിലാ കാണിച്ച കമൽഹാസന്റെ ഗെറ്റപ്പ് കൊള്ളാം കേട്ടോ. ഒരു തോന്നൂല, കമൽഹാസനാണെന്ന് തോന്നൂല. നമുക്ക് ആ വോയിസ് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നല്ല രീതിക്ക് തന്നെ ചെലവാക്കിയിട്ടുണ്ട് കേട്ടോ ഗ്രാഫിക്സിന് വേണ്ടിട്ട്. ചില സംഭവങ്ങൾ, അത് തുടക്കം കാണിച്ച ഒരു സംഭവം അത്ര ഒരു ഇതില്ല. എന്നാൽ ബാക്കിയുള്ളതൊക്കെ കൊള്ളാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഫിക്ഷൻ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാൻ ഒന്നുകൂടി കണ്ടിട്ട് വരാം, എന്തൊക്കെ ഉണ്ടെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ ട്രെയിലർ ഒന്നുകൂടി കണ്ടു കേട്ടോ. നല്ല വിഷ്വലി ഭയങ്കരമായിട്ട് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്.
അയ്യോ വിഷ്വലി ഭയങ്കരമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ ഒരു ഇംഗ്ലീഷ് പടം അതേ പറയുള്ളൂ. ആ ഒരു ഹോളിവുഡ് രീതിക്ക് തന്നെ സംഭവം സിനിമ ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്രെയിലർ എന്തായാലും കൊള്ളാം. ഇനി സിനിമ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡേറ്റ് കാണിച്ചിട്ടുണ്ടോ? 27 ജൂൺ 27 ഇറങ്ങും കേട്ടോ. അപ്പൊ എന്തായാലും പോയി കാണണം കേട്ടോ. തിയേറ്ററിൽ വാച്ചാണ് പടം. അത് അത്രയ്ക്ക് ഉണ്ട് ഇതിന്റെ സംഭവം. അപ്പൊ ഞാൻ ട്രെയിലർ ഒന്നുകൂടി കണ്ടപ്പോഴാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടപ്പോഴാണ് അതില് ശോഭന മാം കൊണ്ട് പിന്നെ നമ്മുടെ അന്ന ബെന്നെ കൊണ്ട് കേട്ടോ. അതില് ചെറിയൊരു ക്ലിപ്പിൽ അവർ രണ്ടുപേരെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ, കുറെ ഹിഡൻ കാസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നണേ. എനിക്ക് അങ്ങനെയാണ് തോന്നണത്. ഫൈറ്റുകളൊക്കെ വേറെ ലെവലാണെന്ന് തോന്നട്ടെ. ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ വേറെ ലെവല് സാധനങ്ങളൊക്കെയാണ് എനിക്ക് ഈ ട്രെയിലറിൽ തന്നെ കാണിച്ചിരിക്കുന്നത് എനിക്ക്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോത്തിലുള്ള ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. സോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. DK സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ കാണാം.